വിശ്വാസികളുടെ സമൂഹം ക്രിസ്തീയ വിശ്വാസപ്രകാരം പ്രത്യാശയോടെ ഈ പ്രാർത്ഥന യാത്ര നയിക്കുവാനാണ് അവർ കൂടി വന്നിരിക്കുന്നത് എങ്കിലും ജീവിതത്തിന്റെ മധ്യഭാഗത്തിന് അടുത്ത് ഈ ലോകത്ത് നിന്ന് കടന്നു പോകുന്നതായ ഒരു വ്യക്തി എന്നുള്ളതായ നിലയിൽ അത്യധികമായ വേദനയും പ്രയാസവും നാം എല്ലാവർക്കും ഉണ്ട് എന്നുള്ളതും വിസ്മരിക്കുന്നില്ല. എന്നാൽ എത്ര നാൾ ജീവിച്ചു എന്നുള്ളതല്ല, എങ്ങനെ ജീവിച്ചു എന്നുള്ളതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതായ കാര്യം. ആ ഒരു അർത്ഥത്തിൽ ശ്രീ സജി ഭാഗ്യവാനാണ് എന്ന് പറയേണ്ടിയിരിക്കും. കാരണം തന്നെ ഏൽപ്പിച്ചതായ കർത്തവ്യം പൂർണ്ണമായി നിർവഹിക്കുവാൻ തക്കവണ്ണം ഇതിനൊക്കെ സാധിച്ചു എന്നുള്ളതാണ് ഇത്ര നാൾ ജീവിച്ചതിൽ അദ്ദേഹത്തെ ശ്രേഷ്ഠനാക്കിയതായ ഏറ്റവും വലിയ ഒരു സംഗതി. യുവജന പ്രസ്ഥാനത്തിന്റെ ഒരു പ്രവർത്തകൻ എന്നുള്ളതായ നിലയിൽ അദ്ദേഹം പുതുപ്പള്ളി ഡിസ്ട്രിക്റ്റിന്റെ ഓർഗനൈസറായി ഭംഗിയായി അദ്ദേഹത്തിന്റെ കർത്തവ്യം നിർവഹിച്ചു. പുതുപ്പള്ളി ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്നത് സഭയുടെ യുവജന പ്രസ്ഥാനത്തിന്റെ കോട്ടയം ഭദ്രാസനത്തിൽ 10 പള്ളികൾ ഉൾപ്പെടുന്നതായ മഹത്തായ ഒരു ഡിസ്ട്രിക്റ്റാണ്. ആ ഡിസ്ട്രിക്റ്റിന്റെ പ്രവർത്തനം വളരെ ഭംഗിയായി നിർവഹിച്ചു. അതിന്റെ പ്രവർത്തനം ഏകോപിപ്പിച്ചു എന്ന് പറയുന്നത് അത് നിസ്സാരമായ ഒരു കാര്യമല്ല. കാരണം അതൊരു വലിയ ഉത്തരവാദിത്തമാണ്. ഒട്ടനവധി ത്യാഗവും ക്ഷമയും ഒക്കെ അതിനുവേണ്ടി സഹിക്കേണ്ടതായ ഒരു വളരെ വലിയ ഒരു ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് ആ ഒരു അർത്ഥത്തിൽ വളരെ ഭംഗിയായി അദ്ദേഹത്തിന്റെ സേവനകാലം അദ്ദേഹം തിരിച്ചു എന്ന് പറയുവാൻ തക്കവണ്ണം ഈ അവസരം വിനിയോഗിക്കുകയാണ്. പ്രത്യേകിച്ച് യുവജന പ്രസ്ഥാനം പ്രവർത്തകർ എന്നുള്ളതായ നിലയിൽ ഞങ്ങളുടെയും അഗാധമായ ദുഃഖം ഈ ഭവനക്കാരോടൊന്നിച്ച് ഞങ്ങളെ രേഖപ്പെടുത്തുവാൻ തക്കവണ്ണം ഈ അവസരം വിനിയോഗിക്കുകയാണ്. നമുക്കറിയാം, ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, വളരെ പ്രയാസമുള്ളതായ ഒരു സാഹചര്യമാണ്. എന്നിരുന്നാൽ തന്നെയും 1-2 കാര്യങ്ങൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, ഈ ഗൃഹനാഥൻ ഈ കുടുംബത്തിൽ ശേഷിക്കുന്നവരെ ഏൽപ്പിച്ചിട്ട് പോകുന്നതായ 1-2 കാര്യങ്ങളുണ്ട്. ആ കുടുംബാംഗങ്ങളോട് എനിക്ക് പറയുവാനായിട്ടുള്ളത്, 1-2 ദിവസം നിങ്ങളെ ആശ്വസിപ്പിക്കുവാനായിട്ട് ഒരുപക്ഷെ ഒട്ടനവധി ആളുകൾ ഇവിടേക്ക് കടന്നു വരാം. ഒട്ടനവധി ആളുകൾ നിങ്ങളുടെ സമീപത്ത് ഉണ്ടായേക്കാം. എങ്കിലും അതിനെല്ലാം ശേഷം നിങ്ങൾ തനിയെ ഈ നാശം ചെയ്തതായ കാര്യങ്ങൾ ചെയ്തു തീർക്കുവാൻ തക്കവണ്ണം ശ്രമിക്കണം, ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അതിലൊരു പക്ഷേ നിങ്ങൾക്ക് ആരുടെയും സഹായം ലഭിച്ചു എന്ന് വരികയില്ല, ലഭിച്ചു എന്ന് വരികയും ചെയ്യാം. എന്നിരുന്നാൽ തന്നെയും അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്നുള്ളത് പരിപൂർണമായിട്ട് മനസ്സിലാക്കുവാൻ തക്കവണ്ണം നിങ്ങൾക്ക് സാധിക്കണം. അതിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ വഴിനടത്തും എന്നുള്ളത് യാതൊരു സംശയവുമില്ല. കാരണം ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്നുള്ളതാണ് നമ്മുടെ ദൈവമായ കർത്താവിന്റെ വചനവും ഉറപ്പും. അതുകൊണ്ട് ഈ ദാസൻ ചെയ്തതായ എല്ലാ നല്ല കാര്യങ്ങൾക്കും ദൈവം സേവിച്ചതായ കർമ്മമണ്ഡലങ്ങൾക്കുമല്ല ഇനി അവകാശികൾ, ഇനി പിന്തുടർച്ചക്കാർ നിങ്ങളാണ്. പ്രത്യേകിച്ച് ഭാര്യ മക്കളുമൊക്കെ അക്കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്, ശ്രമിക്കേണ്ടതാണ് എന്നുള്ളത് പ്രത്യേകമായിട്ട് ആമുഖമായിട്ട് ഓർമ്മിപ്പിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവരുടെ ജനനം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് അവന്റെ മരണവും. ജനനം അവൻ അറിയുന്നില്ല, മരണവും അവൻ അറിയുന്നില്ല. ഇതിനിടയ്ക്കുള്ളതായ ജീവിതകാലം അത് എപ്രകാരം ശ്രേഷ്ഠമായിട്ട് ചെയ്തു തീർക്കാമെന്നുള്ളത് ഓരോരുത്തരും ദൈവവുമായുള്ള ബന്ധത്തിൽ
മുൻനിർത്തി ആലോചിച്ച് ചെയ്യേണ്ടതായ ഒരു വലിയ കാര്യമാണ്. അതോടൊപ്പം ഒരു മരണ വീട്ടിലെത്തുമ്പോൾ നമ്മുടെയും ജീവിതം എപ്രകാരമാണ് എന്നൊരു വിചിന്തനം ചെയ്യേണ്ടതായ ഒരു സാഹചര്യം കൂടി അവിടെ ഉണ്ട് എന്നതോടുകൂടി ശാന്തരായിട്ട് നോക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് ക്രിസ്തീയ വിശ്വാസപ്രകാരം പ്രത്യാശയുടെ ഈ ദാസനെ യാത്ര അയക്കുമ്പോൾ തന്നെ ഒരു ദിവസം നമുക്കും ഇതുപോലെ മരണത്തെ അഭിമുഖീകരിക്കേണ്ടതായി വരും എന്നുള്ളതായ ഓർമ്മ ഓരോരുത്തരുടെ ഉള്ളിലും ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ്. മരണം അനിശ്ചിതമാണ്, എന്നാൽ അത് സുനിശ്ചിതവുമാണ്. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി ഒരുങ്ങണം എന്നുള്ളതാണ് ക്രിസ്തീയ വിശ്വാസം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ ദാസന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിലായിരുന്നപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ളതായ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ദൈവം തന്റെ കരുണാസമുദ്രത്തിൽ കഴുകി വെളിപ്പാടട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ഈ ആത്മാവിന് നിത്യശാന്തി നേരുകയും ചെയ്യുന്നു. ഈ അവസരത്തിൽ കോട്ടയം ഭദ്രാസന വിഭജന പ്രസ്ഥാനത്തിന്റെ എല്ലാവിധമായ ആദരാഞ്ജലികളും അറിയിച്ചുകൊണ്ട് ഈ ദാസന് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. നമുക്ക് എല്ലാവർക്കും എഴുന്നേൽക്കാം. ശരീരത്തിൽ അടുത്തിരിക്കുന്നതായ ആളുകൾ ദയവായി അവിടെ എഴുതാൻ മതിയാകും.